അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആകപ്പാട് ഡിസ്കസ് ചെയ്തത് എന്താ? ഫോറിയർ സീരീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫോറിയർ സീരീസ് ഫോർ 2π പീരിയോഡിക് ഫംഗ്ഷൻസ്. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിയർ സീരീസ് വിത്ത് എനി പീരീഡ്. ഇപ്പൊ 2π അല്ല, ഇനി ഏതൊരു 2l എന്ന് പറഞ്ഞ പീരീഡിലെയും ഫോറിയർ സീരീസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2π പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്? നമുക്ക് അത് എന്താണ്, നമ്മൾ സാധാരണ ജനറലി പറയുന്നത് -π എന്ന് പറയുന്ന ഇന്റർവെൽ ഡിഫൈൻ ചെയ്ത എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഏത് പറയാം? ഏതൊരു 2π പീരിയഡ് ഫംഗ്ഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഏത് ഇന്റർവെല്ലുള്ള ഏത് 2π ലെങ്ത് ഉള്ള ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ നമുക്ക് ഈ ഫോറിയർ സീരീസ് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞത് എന്താണ്? -π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ 2π പീരിയോഡിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതിന്റെ ഫോറിയർ സീരീസ് എങ്ങനെയാണെന്നാണ് നോക്കിയത്. അപ്പൊ എന്തായിരുന്നു ഫോറിയർ സീരീസ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 plus summation n equal to 1 to infinity an cos nx plus bn sin nx. അപ്പോൾ ഇതാണ് ഫോറിയർ സീരീസ്. ഇനി നമ്മുടെ ഫോറിയർ കോഎഫിഷ്യൻസ് ആണ് ഈ ഇന്റർവെൽ അനുസരിച്ച് മാറുന്നത്. ഇപ്പൊ നമ്മൾ -π ആണ് നമ്മുടെ ഇന്റർവെൽ എങ്കിൽ നമ്മുടെ ഫോറിയർ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? a0 ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ an എന്തായിരിക്കും? an ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അതുപോലെ bn എന്താണ്? 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ -π ഡിഫൈൻ ചെയ്താൽ അതിന്റെ ഫോറിയർ സീരീസ്. ഇനി നമുക്ക് -π മാത്രമല്ല ഏതൊരു 2π ലെങ്തുള്ള ഇന്റർവെല്ലിൽ നമുക്ക് ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ജനറൽ ഒരു ആൽഫ പ്ലസ് 2π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നമുക്ക് ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോറിയർ സീരീസ് എന്തായിരിക്കും? സീരീസ് സെയിം ആയിരിക്കും. ഈ ഫോറിയർ കോഎഫിഷ്യന്റ് പറയുമ്പോൾ ഇവിടെ -π to π പകരം എന്താണ്? ആൽഫ ടു ആൽഫ പ്ലസ് 2π കൊടുക്കണം, അത്രേ ഉള്ളൂ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെയിം തന്നെ, a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് bn sin nx. അപ്പോൾ ഫോറിയർ സീരീസ് സെയിം ആണ്, പക്ഷെ എന്താണ് കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ എന്ത് എഴുതണം? -π to π വരെ നമ്മുടെ ഈ ഇന്റർവെൽ കൊടുക്കുക, ആൽഫ ടു ആൽഫ പ്ലസ് 2π എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ ബാക്കി എല്ലാം സെയിം തന്നെ. an എന്ത് വരും? 1/π ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ bn എം പറയും. അപ്പോൾ ഇതാണ് 2π പീരിയോഡിക് ഫംഗ്ഷൻസിന്റെ ഫോറിയർ സീരീസ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോ ഒരു പർട്ടിക്കുലർ പീരീഡ് ആയിരുന്നു 2π എന്ന് പറയുന്ന ഒരു പീരീഡ് ഉള്ള ഫംഗ്ഷൻസിന്റെ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ജനറൽ പീരീഡ് എന്തായാലും ഒരു p ഈക്വൽ ടു 2l അങ്ങനെയുള്ള പീരീഡിലുള്ള ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫോറിയർ സീരീസ് ഫോർ ഫംഗ്ഷൻസ് വിത്ത് എനി പീരീഡ് p ഈക്വൽ ടു 2l. ഇവിടെ പീരീഡ് എന്താണ്? 2π അല്ല 2l ആണ്. അപ്പൊ ഈ കേസിൽ ഫോറിയർ സീരീസ് വരുന്നത് സെയിം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nπ/l x പ്ലസ് bn sin nπ/l x അല്ലെങ്കിൽ nπx/l. അപ്പൊ ഇതാണ് ഫോറിയർ സീരീസ് വിത്ത് പീരീഡ് p ഈക്വൽ ടു 2l. f of x equal to a0 plus summation n equal to 1 to infinity an cos nπx/l plus bn sin nπx/l. ഇനി കോഎഫിഷ്യന്റ് എങ്ങനെയാ വരിക? കോഎഫിഷ്യന്റ് വരുന്നത് a0 ഈക്വൽ ടു 1/2l ഇന്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് a0 വരിക. an വരുന്നത് 1/l ഇന്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് cos nπ/l x അല്ലെങ്കിൽ nπx/l dx. അതുപോലെ bn വരുന്നത് 1/l ഇന്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് sin nπ/l x അല്ലെങ്കിൽ nπx/l dx. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോറിയർ സീരീസ് ഫോർ ഫംഗ്ഷൻസ് വിത്ത് എനി ജനറൽ പീരീഡ്.
f of x equal to എന്താണ് a naught plus summation equal to 1 to infinity an cos n pi by l x plus bn sin n pi by l x, where a naught equal to 1 by 12 integral minus l 12 f of x dx, an equal to 1 by l integral minus l 12 f of x cos n pi x by l dx, bn equal to 1 by l integral minus l 12 f of x sin n pi x by l dx. അപ്പോൾ ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ കോസ് നമുക്ക് അവിടെ നേരത്തെ കേസിൽ എന്തായിരുന്നു, എ കോസ് എൻ എക്സ് ബി സൈൻ എൻ എക്സ് അങ്ങനെയായിരുന്നു 2π പീരിയോഡിക്കിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2l വരുമ്പോൾ എന്താണ് കോസ് എൻ പൈ എക്സ് ബൈ എല്ലും സൈൻ എൻ പൈ എക്സ് ബൈ എല്ലും വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പൈക്ക് പകരം ഇവിടെ എല്ലാം എല്ലാവും. അപ്പോൾ ഇതാണ് ഫോറിയർ സീരീസ് ഫോർ ഫങ്ഷൻസ് വിത്ത് എനി പീരീഡ് പി ഈക്വൽ ടു 12. ഓക്കെ, കോസ് എൻ എക്സിന് പകരം കോസ് എൻ പൈ ബൈ എൽ എക്സ് വരും. അതുപോലെ സൈൻ എൻ എക്സിന് പകരം സൈൻ എൻ പൈ ബൈ എൽ എക്സ് വരും. അതുപോലെ കോഎഫിഷ്യന്റ് കാണുമ്പോൾ എന്താണ് 2πക്ക് പകരം എന്താണ് എൽ വരും, പൈക്ക് പകരം എല്ലാം എല്ലും വരും. അപ്പൊ ഇതാണ് ജനറൽ റിസൾട്ട്. അപ്പോ ഇത്രയും കഴിഞ്ഞ സെക്ഷനുകളിലൊക്കെ നമ്മൾ പഠിച്ചത് എന്താണ് 2π ലെങ്ത് ഉള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻസിനെ, അതായത് ഒരു -π ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു പൈ, അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2π, ഇങ്ങനെയൊക്കെയുള്ള ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത എഫ് ഓഫ് എക്സിന്റെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ എന്താണ് കുറച്ചുകൂടെ ജനറൽ ആയിട്ട് നോക്കും, അതായത് -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഇങ്ങനത്തെ ഇന്റർവെല്, -2 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2, 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 ഇങ്ങനത്തെ ഇന്റർവെല്ലിലൊക്കെ ചെയ്യാനാണ് ഈ ടൈപ്പ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ ലെങ്ത് ആണ്. ഇപ്പൊ 2l. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. നമുക്ക് ഇത് എങ്ങനെയാ വന്നെന്ന് നോക്കാം. നമ്മുടെ പഴയ റിസൾട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കിട്ടും. നമ്മളൊരു ചെറിയ v ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ, നമ്മൾ ആ ഫോർമുല എങ്ങനെയാ വന്നെന്ന് നോക്കുവാണെ. v ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ എ ഫംഗ്ഷൻ g, ഡിഫൈൻ എ ഫംഗ്ഷൻ g ബൈ g ഓഫ് v എന്ന് പറഞ്ഞാൽ f ഓഫ് x ആയിട്ട്. g ഓഫ് v ഈക്വൽ ടു f ഓഫ് x. x എന്ന് പറഞ്ഞാൽ എന്താണ്, lv ബൈ പൈ അല്ലെ, v ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, x ഈക്വൽ ടു എൽ വി ഡിവൈഡഡ് ബൈ പൈ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫംഗ്ഷൻ g ഡിഫൈൻ ചെയ്യുന്നു. g ബൈ g ഓഫ് v ഈക്വൽ ടു f ഓഫ് x, ദാറ്റ് ഈസ് f ഓഫ് എൽ വി ബൈ പൈ. ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സിന്റെ പീരീഡ് പി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിന്റെ പീരീഡ് എന്തായിരിക്കും, പി ബൈ എ ആയിരിക്കും അല്ലെ. നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു എഫ് ഓഫ് എക്സിന്റെ പീരീഡ് പി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിന്റെ പീരീഡ് പി ബൈ എ ആയിരിക്കും. അപ്പൊ നമ്മുടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ തന്നിരിക്കുന്ന 2l പീരിയോഡിക് ഉള്ള ഫംഗ്ഷൻ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 2l പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ എഫ് ഉപയോഗിച്ച് നമ്മൾ പുതിയ ജി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എഫിന്റെ ഫോറിയർ സീരീസ് ആണല്ലോ നമുക്ക് പറയണ്ടേ. അപ്പോൾ ഒരു 2l പീരിയോഡിക് ഫംഗ്ഷൻ എഫ് തന്നു, അതിന്റെ ഫോറിയർ സീരീസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആ എഫ് ഉപയോഗിച്ച് ആദ്യം ഒരു ജി ഡിഫൈൻ ചെയ്ത്, എങ്ങനെയാ ജി ഡിഫൈൻ ചെയ്ത്, ജി ഓഫ് വി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എൽ വി ഡിവൈഡഡ് ബൈ പൈ. ഇനി നോക്കാം, എഫ് ഓഫ് എക്സ് ഒരു പി പീരീഡ് ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിന്റെ പീരീഡ് പി ബൈ എ ആയിരിക്കും. അപ്പോ നമുക്കറിയാം ഇവിടെ എഫിന്റെ പീരീഡ് 2l ആണ്, ഇവിടുത്തെ എഫിന്റെ പീരീഡ് 2l ആണ്. അപ്പോ എഫ് ഓഫ് എൽ വി ബൈ 2πയുടെ പീരീഡ് എന്തായിരിക്കും, 2l ഇൻറ്റു എൽ വി ബൈ പൈയുടെ പീരീഡ് എന്തായിരിക്കും, 2l ഇൻറ്റു സോറി 2l ഡിവൈഡഡ് ബൈ എന്താണ്, എൽ ബൈ പൈ അല്ലെ. എഫിന്റെ പീരീഡ് 2l ആണെങ്കിൽ എഫ് ഓഫ് എൽ ബൈ പൈ വിയുടെ പീരീഡ് എന്തായിരിക്കും, എഫ് ഓഫ് 2l ഡിവൈഡ് ബൈ പൈ, ദാറ്റ് ഈസ് 2l ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എൽ ഈക്വൽ ടു 2π. ഓക്കെ, അപ്പോ ഈ റിസൾട്ട് യൂസ് ചെയ്ത് എഫ് ഓഫ് എക്സിന്റെ പീരീഡ് പി ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിന്റെ പീരീഡ് പി ബൈ എ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് വിയുടെ പീരീഡ് എന്താണ്, 2l ആണ്. സോ എഫ് ഓഫ് എൽ ബൈ പൈ ഇൻറ്റു വിയുടെ പീരീഡ് 2l ഡിവൈഡഡ് ബൈ എൽ ബൈ പൈ, ദാറ്റ് ഈസ് 2π. അപ്പൊ ഇതിന്റെ പീരീഡ് എന്താണ്, 2π ആണ്. Therefore G has period 2π. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 2l പീരിയോഡിക് ഫംഗ്ഷൻ എഫ് തന്നു, ആ ഫംഗ്ഷൻ എഫ് ഉപയോഗിച്ച് നമ്മളൊരു ജി ഡിഫൈൻ ചെയ്തു, ആ ജിയുടെ പീരീഡ് 2π ആണെന്ന് പറഞ്ഞു.
ഇനി 2π പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനൊരു ഫൊറിയർ സീരീസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ജി എന്താണ്? ജി ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ജിക്ക് ഒരു എന്തുണ്ടാവും? ഫൊറിയർ സീരീസ് ഉണ്ടാവും. ആ ഫൊറിയർ സീരീസ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ജി ഓഫ് വി ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ, നമ്മുടെ 2π പീരിയോഡിക്കിന്റെ ആ ഫൊറിയർ സീരീസ് എ എൻ കോസ് എൻ, ഇവിടെ വി ആയതുകൊണ്ട് എൻ വി പ്ലസ് ബി എൻ സൈൻ എൻ വി. അപ്പോൾ ജി ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ സെക്ഷൻ പ്രകാരം ജിക്ക് ഒരു ഫൊറിയർ സീരീസ് ഉണ്ടാവും. അത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ നോർമൽ 2π പീരിയോഡിക് ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് വിത്ത് എ നോട്ട് എന്തായിരിക്കും? എ നോട്ട് ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ g of v dv, an equal to 1/π integral minus pi to pi g of v cos nv dv, അതുപോലെ bn equal to എന്ത് വരും? 1/π integral minus pi to pi f of g of v sin nv dv. Okay. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാ? വി ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? വി ഈക്വൽ ടു വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ ആണ്. വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ ആണ്. അപ്പോ ഡി വി എന്തായിരിക്കും? പൈ ബൈ എൽ ഡി എക്സ്. ഡി വി ഈക്വൽ ടു പൈ ബൈ എൽ ഡി എക്സ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ വിയുടെ ലിമിറ്റ്സ് എന്താണ്? മൈനസ് പൈ ടു പൈ ആണ്. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് പൈ എന്ന് പറയുമ്പോൾ എക്സ് എന്തായിരിക്കും? ഇവിടുന്ന് വി ഈക്വൽ ടു പൈ എക്സ് ബൈ ആണ്, എക്സ് ഈക്വൽ ടു എൽ വി ബൈ പൈ ആണല്ലോ. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് പൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് എൽ വരും. വി ഈക്വൽ ടു പൈ ആവുമ്പോൾ എക്സ് ഈക്വൽ ടു എൽ വരും. എൽ പൈ ബൈ പൈ എൽ വരും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഫോർമുല എന്താവും? ഈ സീരീസ് എന്താവും? ജി ഓഫ് വി ഈക്വൽ ടു, therefore നമ്മുടെ സീരീസ് ബിക്കം ജി ഓഫ് വി. ജി ഓഫ് വി എന്താണ്? ജി ഓഫ് പൈ എക്സ് ബൈ എൽ അല്ലെ? ജി ഓഫ് പൈ എക്സ് ബൈ എൽ ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ വി ആണ്. എൻ വി എന്ന് പറയുമ്പോൾ എൻ വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ പ്ലസ് പി എൻ സൈൻ എൻ വി. അപ്പൊ എൻ പൈ എക്സ് ബൈ എൽ വിത്ത് എ നോട്ട് ഈക്വൽ ടു എന്തായിരുന്നു? എ നോട്ട് എന്ന് പറഞ്ഞാൽ 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ജി ഓഫ് വി ഡി വി ആയിരുന്നു. അപ്പോ 1/2π മൈനസ് പൈ ടു പൈ എന്താവും? മൈനസ് എൽ ടു എൽ ആവും. വി ഈക്വൽ ടു മൈനസ് പൈ ആവുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് എൽ ആവും. വി ഈക്വൽ ടു പൈ ആവുമ്പോൾ എക്സ് ഈക്വൽ ടു എൽ ആവും. അപ്പോൾ മൈനസ് പൈ ടു പൈക്ക് പകരം ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ ജി ഓഫ് വി. ജി ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് വിക്ക് പകരം പൈ എക്സ് ബൈ എൽ. പൈ എക്സ് ബൈ എൽ പിന്നെയോ ഡി വി. ഡി വി എന്താണ്? പൈ ബൈ എൽ ഡി എക്സ്. ഓക്കെ, അപ്പോ 1 ഈ പൈയും പൈയും ക്യാൻസൽ ആയി. അപ്പൊ 1/12 ഇന്റഗ്രൽ മൈനസ് എൽ 12 ജി ഓഫ് പൈ എക്സ് ബൈ എൽ എന്താണ്? പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ ജി ഓഫ് പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ജി ഓഫ് വി ആയിരിക്കും. ജി ഓഫ് വി എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട എഫ് ഓഫ് എക്സ് തന്നെയാണ് അല്ലെ? വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ. അപ്പോൾ ജി ഓഫ് വി എന്ന് പറഞ്ഞ ജി ഓഫ് പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ജി ഓഫ് വി ആയിരിക്കും. ജി ഓഫ് വി എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ജി ഓഫ് പൈ എക്സ് ബൈ എൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, ഡി എക്സ്.
ഇപ്പൊ a നോട്ട് ഈക്വൽ ടു 1/12 ഇന്റഗ്രൽ മൈനസ് L to L f of x dx. ഇനി an എന്താണ്? 1/π ഇന്റഗ്രൽ മൈനസ് ഓക്കെ, വീണ്ടും മൈനസ് പൈ ടു പൈ എന്താവും? മൈനസ് L to L ആവും. മൈനസ് L to L g ഓഫ് v എന്ന് പറഞ്ഞാൽ g ഓഫ് പൈ എക്സ് ബൈ എൽ g ഓഫ് v കോസ് എൻ വി, g ഓഫ് v കോസ് എൻ വി. അപ്പോ കോസ് എൻ വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ ഡി എക്സിന് പകരം ഡി വി ആയിരുന്നു, ഡി വിക്ക് പകരം എന്ത് എഴുതണം? പൈ ബൈ എൽ ഡി എക്സ്, പൈ ബൈ എൽ ഡി എക്സ്. അപ്പോ ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്തു, എല്ലിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്തൊരു 1/L ഇന്റഗ്രൽ മൈനസ് L to L ജി ഓഫ് പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ജി ഓഫ് വി ആണ്, ജി ഓഫ് വി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എൻ ഈക്വൽ ടു 1/L ഇന്റഗ്രൽ മൈനസ് L to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പോ അതാണ് ഒരു 2L പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ്. എന്താ വന്നത്? എഫ് ഒരു 2L പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഫോറിയർ സീരീസ് വരിക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos n pi x by L plus bn sin n pi x by L, sorry, where the coefficients a naught, an and bn are given by a naught equal to 1/2L integral minus L to L f of x dx, an equal to 1/L integral minus L to L f of x cos n pi x by L dx, and bn equal to 1/L integral minus L to L f of x sin n pi x by L dx. അപ്പോ ഒരു 2L പീരിയോഡിക് ഫംഗ്ഷൻ എഫ് തന്നാൽ അതിന്റെ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? അപ്പോ ആ ഫോറിയർ കോഎഫിഷ്യന്റ് നമുക്ക് പ്രത്യേകിച്ച് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് 2πയുടെ അറിയാം, 2πയുടെ ഉപയോഗിച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. എങ്ങനെയാണ് നമ്മളത് ഡിറൈവ് ചെയ്തത്? ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു 2L പീരിയോഡിക് ഫംഗ്ഷൻ എഫ് തന്നു, നമ്മൾ ആ എഫ് ഉപയോഗിച്ച് പുതിയൊരു ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഒരു വി ഡിഫൈൻ ചെയ്തു, വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ ഒരു ജി ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ്? ജി ഓഫ് വി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എൽ വി ബൈ പൈ. അപ്പോ എഫ് ഒരു 2L പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എൽ വി ബൈ പൈ എന്തായിരിക്കും? ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ജി ഓഫ് വി ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ജി ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ തൊട്ട് മുമ്പ് പഠിച്ച സെക്ഷൻ പ്രകാരം ജിക്ക് ഒരു ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഉണ്ടാവും. അതിനെ എങ്ങനെ കിട്ടിയത്? വിത്ത് കോഎഫിഷ്യൻസ് എല്ലാം നമുക്ക് നോൺ ആണ്. ജി ഓഫ് വി ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity an cos എൻ വി പ്ലസ് ബി എൻ സൈൻ എൻ വി. എ നോട്ട്, എ എൻ, ബി എൻ എല്ലാം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സെക്ഷനിലെ പോലെ തന്നെ ജിക്ക് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ജിക്ക് പകരം നമുക്ക് വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ ആണ്. അപ്പോൾ ഡി വി എന്തായിരിക്കും? നമ്മൾ ഈ ഇന്റഗ്രൽ എല്ലാം മാറ്റാൻ പോകണം, വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ടേംസിലേക്ക് ആക്കാൻ പോകണം. അപ്പോൾ വി ഈക്വൽ ടു പൈ എക്സ് ബൈ എൽ, അപ്പോൾ ഡി വി എന്തായിരിക്കും? പൈ ബൈ എൽ ഡി എക്സ്. ഇനി വി ഈക്വൽ ടു പൈ മൈനസ് പൈ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? എൽ വി ബൈ പൈ, ദാറ്റ് ഈസ് മൈനസ് എൽ വരും. അതുപോലെ വി ഈക്വൽ ടു പൈ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എൽ പൈ ബൈ പൈ, ദാറ്റ് ഈസ് എൽ വരും. അപ്പോൾ ഇത്രയും വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മുടെ ഈ ജി ഓഫ് വിയുടെ സീരീസിൽ കൊടുക്കുക. അപ്പോൾ ജി ഓഫ് വിക്ക് വന്ന് ജി ഓഫ് പൈ എക്സ് ബൈ എൽ ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ വി, വിക്ക് പകരം വീണ്ടും പൈ എക്സ് ബൈ എൽ കൊടുത്തു, പ്ലസ് ബി എൻ സൈൻ എൻ വി, ഇതാണ് വി. ഇനി എ നോട്ട് ഈക്വൽ ടു എന്തായിരുന്നു? 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്നുള്ളത് മൈനസ് എൽ ടു എൽ ആവും. ജി ഓഫ് വി, ജി ഓഫ് വി എന്ന് പറഞ്ഞാൽ ജി ഓഫ് പൈ എക്സ് ബൈ എൽ ഡി വി, ഡി വി എന്താണ്? പൈ ബൈ എൽ ഡി എക്സ്. അപ്പൊ പൈയും പൈയും ക്യാൻസൽ ആകുമ്പോൾ 1/2L ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ. ഇനി എന്താ? പൈ എക്സ് ബൈ എൽ വി ആണ്. സോ ഇതെന്തായിരിക്കും? ജി ഓഫ് വി ആണ്. ജി ഓഫ് വിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എന്താണ്? എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ 1/2L ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ എ എനും ബി എനും എല്ലാം കിട്ടും. സോ ഇത് ജി ഓഫ് പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് സീരീസ് കിട്ടി, എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ്
bn sin n by x by l with a naught, an and bn are given by this formula. അപ്പോൾ ഇതാണ് ഒരു 2l പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ്. 2π പീരിയോഡിക് ആണെങ്കിൽ എന്ത് വരും? ഇതിന് പകരം summation n equal to 1 to infinity an cos nx plus bn sin nx, a naught equal to 1 by 2π integral minus pi to pi, an equal to 1 by pi integral minus pi to pi f of x cos nx dx, bn equal to 1 by pi integral minus pi to pi f of x sin nx dx. ഓക്കെ, അപ്പോ ഇത് 2l പീരിയോഡിക് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 2π പീരിയോഡിക് ഫംഗ്ഷൻസ്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഓർത്തിരിക്കേണ്ടത് ഇത്രയും കാര്യമാണ്. ഒരു 2π പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. ഒരു ഫംഗ്ഷൻ തന്നു, ജനറൽ 2l പീരിയോഡിക് ഫംഗ്ഷൻ തന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിന്റെ കോഎഫിഷ്യൻസ് a നോട്ട്, an, bn എല്ലാം കാണും. എന്നിട്ട് അത് f of x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഒന്ന് നോക്കി വെച്ചാൽ 2l പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഫോറിയർ സീരീസ് വരുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ ചേഞ്ച് മനസ്സിലായല്ലോ. എവിടെയൊക്കെയാ ചേഞ്ച് വരിക? ഇവിടെ nx-ന് പകരം n by x by l വരും. അതുപോലെ ഇവിടെ എന്താണ്? എല്ലാ കേസിലും cos nx sin nx-ന് പകരം cos n pi by l x by l sin n by x by l വരും. അതുപോലെ മൈനസ് പൈ ടു പൈ അതിന് പകരം മൈനസ് l to l വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ തിയറി. ഇത് ഉപയോഗിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Question. Find the Fourier series. Find the Fourier series of the function f of x equal to 0 if minus 2 less than x less than minus 1, k if minus 1 less than x less than 1, and 0 if 1 less than x less than 2. അപ്പൊ ഇവിടെ പീരീഡ് തന്നിട്ടില്ലെങ്കിൽ എന്താണ്? -2 ആണ്. അപ്പൊ നമ്മൾ പീരീഡ് p ഈക്വൽ ടു 2l ഈക്വൽ ടു 4. ആ ഇന്റർവെൽ ലെങ്ത് ആയിരിക്കും നമ്മൾ പീരീഡ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും പീരീഡ് 4 ആണെന്ന് തരുന്നേ തരും. വിത്ത് എന്താണ്? ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ f of x വേർ p ഈക്വൽ ടു 2l ഈക്വൽ ടു 4 എന്ന് തരും. അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം -2 to 2 ആണ്. അപ്പോൾ p എന്തായിരിക്കും? 2l, അതായത് 4 ആയിരിക്കും. അപ്പൊ l ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പൊ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് എഴുതിയാൽ മതി. അതായത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ആ ഇന്റർവെൽ നോക്കുക. നമ്മൾ ആ ഇന്റർവെലിന്റെ ലെങ്ത് ആയിരിക്കും നമ്മുടെ p. അപ്പൊ പിയുടെ പകുതി ആയിരിക്കും l. അപ്പൊ ഇത് -2 to എന്ന് പറഞ്ഞ ഇന്റർവെൽ തന്നേക്കുന്നത്. അപ്പോൾ p എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആയിരിക്കും. -2 to 2ന്റെ ലെങ്ത് 4 ആയിരിക്കും. അപ്പൊ l 2 ആയിരിക്കും. മിക്ക ക്വസ്റ്റ്യനിലും അത് തരുന്നതാണ്. അപ്പൊ തന്നില്ലെങ്കിൽ നിങ്ങൾ അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്താണ് ഇതിന്റെ അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. അപ്പൊ ഹിയർ p ഈക്വൽ ടു 2l ഈക്വൽ ടു 4. therefore l ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫോറിയർ സീരീസ് എഴുതണം. ഫോറിയർ സീരീസ് എഴുതാൻ ആദ്യം ഫോറിയർ കോഎഫിഷ്യൻസ് എല്ലാം കാണാം. a നോട്ട്, an, bn എല്ലാം കാണാം. അപ്പൊ ഫംഗ്ഷൻ f of x ഒന്നുകൂടെ നോക്കി വെച്ചു. എന്താണ്? -2 -1 0 ആണ്. -1 1 k ആണ്. 1 2 0 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇങ്ങനെ വരച്ചാൽ എന്ത് വരും? ഫംഗ്ഷൻ വരച്ചാൽ എങ്ങനെ ഇരിക്കുക? 0 1 2 -1 -2. അപ്പോ ഇവിടെ 0 ആണ്. -2 -1 0 ആണ്. -1 1 ഇപ്പൊ ഇതാണ് k എങ്കിൽ ഇങ്ങനെയാണ്. 1 2 ഇങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, -2 -1 0 -1 1 k 0 1 2 0. പിന്നെ നമ്മൾ ഇതിന്റെ ഓരോ ഫോറിയർ കോഎഫിഷ്യൻസും കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് ഫോറിയർ കോഎഫിഷ്യന്റ് a നോട്ട്. അപ്പോൾ ആർബിട്രറി പീരീഡ് ആണ്, 2l പീരീഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? a നോട്ട് ഈക്വൽ ടു 1 by 2l. നിങ്ങൾ ആദ്യം ഫോർമുല എഴുതിയിട്ട് എഴുതാൽ മതി. അങ്ങനെയാണെങ്കിൽ തെറ്റില്ല. -l to l f of x dx ഡയറക്റ്റ് എഴുതാൽ മതി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് 1 by l. ഇവിടെ l p ഈക്വൽ ടു 4 ആണ്. സോ l ഈക്വൽ ടു 2 ആയിരിക്കും. 2 into 2 ഇന്റഗ്രൽ -2 to 2 f of x dx. ഇപ്പൊ ആദ്യം ഇങ്ങനെ ഫോർമുല എഴുതിയ ശേഷം എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഇപ്പോൾ എല്ലിന് ചിലപ്പോൾ നിങ്ങൾ 4 എന്നോ അങ്ങനെയൊക്കെ എടുത്താൽ മാറിപ്പോയി. അപ്പൊ ആദ്യം എന്തുകൊണ്ടും ഫോർമുല എഴുതുന്നത് തന്നെയാണ് നല്ലത്.
Okay. So that is 1/4 integral -2 to f of x dx. ഇനിയിപ്പോൾ എഫ് ഓഫ് എക്സ് ത്രൂ ഔട്ട് ഒരു വാല്യൂ ആയത് നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാ എഫ് ഓഫ് എക്സ് ഇതിന്റെ പല സബ് ഇന്റർവെലിൽ പല വാല്യൂ ആണ്. അതായത് -2 -1 0 ആണ്, -1 1 കെ ആണ്, 1 2 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു. അപ്പോൾ -2 -1 ഒരു വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് ഡി എക്സ്, പ്ലസ് -1 -1 വേറെ വാല്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ്, പ്ലസ് -1 1 പ്ലസ് 1 2 വേറൊരു വാല്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ആ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1/4 ഇന്റഗ്രൽ -2 to -1. ഈ കേസിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്, 0 dx പ്ലസ് ഇന്റഗ്രൽ -1 to 1. -1 1 വാല്യൂ കെ ആയിരുന്നു, കെ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 2, 1 to 2 0, 0 dx. Okay, that is 1/4 into ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം 0 ആയി. ഇവിടെ എന്താ വരിക? kx from -1 to 1. That is 1/4 k/4 എടുത്താൽ k/4 into 1 minus -1. That is 2k/4 അഥവാ k/2. അപ്പോൾ a naught equal to k/2 എന്ന് കിട്ടി. എന്താ കിട്ടി? ഫസ്റ്റ് കോഎഫിഷ്യന്റ് a naught equal to k divided by 2. ഇനി എന്താണ്? ഇതുപോലെ a എന്നും b എന്നും കാണും. ജസ്റ്റ് ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ, ശ്രദ്ധിച്ച് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഈ ഒരു ഫോർമുല പഠിച്ചാൽ ഈ ചാപ്റ്റർ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ a n നോക്കാം. a n എന്താണ്? ഫോർമുല എഴുതിക്കോ. 1/L ഇന്റഗ്രൽ -L to L f of x cos nx അല്ല n/x/L dx. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ല. അതായത് 2L-ഉം 2π തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഇന്റഗ്രൽ -2 to 2 f of x cos n/x ഡിവൈഡ് ബൈ L എന്താണ്? 2 dx. വീണ്ടും എഫ് ഓഫ് എക്സിന് ത്രൂ ഔട്ട് -2 2 ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ഇതിന്റെ പല സബ് ഇന്റർവെൽസിൽ പല വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്? 1/2 അവിടെ നിൽക്കട്ടെ. 1/2 -2 to -1 ഒരു വാല്യൂ. അപ്പോൾ -2 to -1 എഫ് ഓഫ് എക്സ് കോസ് n/x/2 dx പ്ലസ് ഇന്റഗ്രൽ -1 to 1 അവിടെ വേറൊരു വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് കോസ് n/x ഇവിടെ L 2 ആണ്, 2 dx പ്ലസ് ഇന്റഗ്രൽ 1 to 2 എഫ് ഓഫ് എക്സ് കോസ് n/x/2 dx. ഇനി നോക്കൂ 1/2. അപ്പോ -2 to -1 എന്താ സംഭവിക്കുന്നത്? എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പൊ ഇത് 0 ആയി. അതുപോലെ 1 to 2 എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും ടേംസ് 0 ആയി. ഈ കേസിൽ എന്ത് വരും? k ആണ്. -1 to 1 k cos n/x/2 dx. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് k പുറത്തെടുക്കാം. k/2 ഇന്റഗ്രൽ കോസ് n/x/2 എന്താണ്? ഇന്റഗ്രൽ കോസ് എന്ന് പറയുമ്പോൾ സൈൻ n/x/2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ബൈ എന്താണ്? n/, ഡിവൈഡഡ് ബൈ 2. The limits from -1 to 1. That is k/2 into reciprocal 2/n/. k/2 into 2/n/. എന്താണ്? ഇനി നമ്മുടെ സൈൻ n/x ഡിവൈഡഡ് ബൈ 2 ഫ്രം -1 to 1. അപ്പോൾ എന്ത് വരും? k/n/, സൈൻ n/x divided by 2 from -1 to 1. ഇനി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ k/n/, സൈൻ n/2 മൈനസ് k/n/, സൈൻ x ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ -n/, ഡിവൈഡഡ് ബൈ 2. ഇനി സൈൻ -x എന്താണ്? -sin x ആണ്. അപ്പോൾ
ഇത് മൈനസ് സൈൻ എൻ പൈ ബൈ ടു വരും. ആ മൈനസും ഇതും കൂടെ കൂടി പ്ലസ് ആവും. ദാറ്റ് ഈസ് എ ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ ടു. ഈ മൈനസ് ഇവിടുത്തെ സൈൻ മൈനസ് എക്സിന്റെ മൈനസ് സൈൻ എക്സും കൂടെ കൂടി പ്ലസ്, സോറി ഇവിടെ കെ ബൈ എൻ പൈ എന്തിനാണ്, കെ ബൈ എൻ പൈ വേണ്ടല്ലോ, നമ്മൾ കോമൺ എടുത്തിട്ടില്ലേ. അപ്പോ ആ മൈനസ് ഇതും കൂടെ കൂടി പ്ലസ് സൈൻ എൻ പൈ ബൈ ടു. ദാറ്റ് ഈസ് 2k ഡിവൈഡഡ് ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ ടു. ഇപ്പൊ എ നോട്ട് കിട്ടി. ഇപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്കറിയാം സൈൻ എൻ ബൈ ടു എന്താണ്, സൈൻ എൻ പൈ ബൈ ടു. ഇപ്പൊ എൻ ഈവൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക, എൻ ഈവൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇത് എൻ പൈ ബൈ ടു എല്ലാം എന്തായിരിക്കും, മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആയിരിക്കും അല്ലെ. എൻ ഈക്വൽ ടു 2π ആണെങ്കിൽ സൈൻ പൈ വരും, എൻ ഈക്വൽ ടു 4 ആണെങ്കിൽ സൈൻ 2π വരും. അപ്പോഴൊക്കെ എന്താണ്, എൻ ഈവൻ ആണെങ്കിൽ 0 ആണ്. അപ്പൊ സൈൻ എൻ പൈ ബൈ ടു ഈസ് 0 ഇഫ് എൻ ഈസ് ഈവൻ. ഇനി എൻ ഓഡ് ആകുമ്പോൾ നോക്കാം, എൻ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ സൈൻ പൈ ബൈ ടു 1 ആണ്. ഇപ്പൊ എൻ ഈക്വൽ ടു 1 ആകുമ്പോൾ സൈൻ എൻ പൈ ബൈ ടു എന്താണ്, സൈൻ പൈ ബൈ ടു 1 ആണ്. ഇപ്പൊ എൻ ഈക്വൽ ടു 3 കൊടുക്കുമ്പോഴോ സൈൻ 3π ബൈ ടു, സൈൻ 3π ബൈ ടു എന്താണ്, സൈൻ 3π ബൈ ടു -1 അല്ലേ. അപ്പൊ ഓഡ് ആകുന്ന കേസിലെല്ലാം ഒരേ വാല്യൂ അല്ല. ഇനി എൻ ഈക്വൽ ടു 5 കൊടുക്കുമ്പോഴോ സൈൻ 5π ബൈ ടു, അത് എന്ത് വരും, 1 വരും. ഇനി എൻ ഈക്വൽ ടു 7 കൊടുക്കുമ്പോഴോ സൈൻ 7π ബൈ ടു, അതെന്താ, -1. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് 1 ഇഫ് എൻ ഈക്വൽ ടു 1. എൻ ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ആണ്, എൻ ഈക്വൽ ടു 5 ആകുമ്പോൾ 1 ആണ്. ഇനി അടുത്ത് എന്തായിരിക്കും, 9 ആകുമ്പോൾ 1 ആയിരിക്കും. അങ്ങനെ. അതുപോലെ -1 ആകുന്ന എപ്പോഴാണ്, എൻ ഈക്വൽ ടു 3, എൻ ഈക്വൽ ടു 7. ഇനി അടുത്ത് എൻ ഈക്വൽ ടു 11 അങ്ങനെ അല്ലേ. ഇഫ് എൻ ഈക്വൽ ടു 3, 7, 11 അങ്ങനെ. അപ്പൊ സൈൻ എൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാം. എൻ ഈവൻ ആണെങ്കിൽ 0 ആയിരിക്കും. ഇനി n 1, 5, 9 ഒക്കെ ആണെങ്കിൽ സൈൻ എൻ പൈ ബൈ ടു 1 ആയിരിക്കും. n 3, 7, 11 ഒക്കെ ആണെങ്കിൽ സൈൻ എൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ഓക്കെ. അപ്പോ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എ നോട്ട് ഈക്വൽ ടു 2k ഡിവൈഡഡ് ബൈ എൻ പൈ ഇൻറ്റു 0, 1, -1, 0 into 0 if n is even, 1 if n equal to 1, 5, 9, etc. Minus into -1 if n equal to 3, 7, 11, etc. അപ്പൊ ഇങ്ങനെയാണ് എ നോട്ട്. ഇപ്പൊ എ നോട്ട് നമുക്ക് എ നോട്ട് അല്ല, സോറി, എ എൻ ആണ്. എ എൻ ആണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്, എ എൻ ആണല്ലോ. അപ്പൊ എ നോട്ട് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. എ നോട്ട് എന്താ കിട്ടിയത്, എ നോട്ട് ഈക്വൽ ടു k ബൈ 2 എന്ന് കിട്ടിയിരുന്നു. എ എൻ നമുക്ക് ഇങ്ങനെയും കിട്ടി. ഇനി ബി എനും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഫൊറിയർ സീരീസ് കാണാൻ പറ്റും. ബി എൻ എന്താണ്, ഫോർമുല എഴുതുക, 1/l ഇന്റഗ്രൽ -l to l f of x സൈൻ, മറക്കരുത്, n pi x by l. ഓക്കെ, ഇവിടുത്തെ l 2 ആണ്. അപ്പൊ l നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ കേസിൽ l എന്താണ്, 2 ആണ്. അപ്പൊ 1/2 ഇന്റഗ്രൽ -2 to 2 f of x സൈൻ n pi x divided by 2 dx. വീണ്ടും എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സിന്റെ പല വാല്യൂയോടെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്, -2 to -1 പ്ലസ് -1 to 1 പ്ലസ് 1 to 2 സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോ -2 to -1 എന്താണ്, 0 ആണ്. ഇവിടെ വാല്യൂ ഉണ്ട്, 1 to 2 0 ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് -2 to -1 0 ആണ്, -1 to 1 k ആണ്, അതുപോലെ 1 to 2 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ റിമൈനിങ് ടേംസ് എന്ന് പറഞ്ഞു 1/2, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 0 ആയി, -1 to 1. എഫ് ഓഫ് എക്സ് ഈ കേസിൽ എന്തായിരിക്കും, k ആയിരിക്കും, സൈൻ n pi x divided by 2 dx. ഓക്കെ, k by 2, k കോൺസ്റ്റന്റ് ആണ്, k by 2. ഇനി ഇന്റഗ്രൽ -1 to 1 സൈൻ n pi x by 2 ന്റെ ഇന്റഗ്രൽ, സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്, മൈനസ് കോസ്. അപ്പോൾ -cos n pi x by 2
divided by എന്താണ് n pi by 2 with limits from -1 to 1. That is, നമുക്ക് കോൺസ്റ്റൻസ് എല്ലാം പുറത്തെടുക്കാം. -k/2 ഈ n pi by 2 നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ എന്താ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ 2/n pi into cos n pi x by 2 from -1 to 1. ഇപ്പൊ എന്താ വന്നത്? That is -2 by അപ്പോൾ -k/n pi into എന്താണ് cos n pi by 2 minus cos -n pi by 2. ഇനി cos minus x equal to cos x ആണ്. സോ cos -n by 2 എന്തായിരിക്കും? cos n pi by 2 തന്നെയായിരിക്കും. അപ്പോൾ ഇത് എന്ത് വരും? -k/n pi into cos n pi by 2 മൈനസ് ഇത് cos n pi by 2 തന്നെ വരും. സൈൻ ആകുമ്പോൾ ഇവിടെ വീണ്ടും ഒരു മൈനസ് പ്ലസ് ആയിരുന്നു. കോസ് ആയപ്പോൾ അത് cos minus x equal to cos x ആയതുകൊണ്ട് നമുക്ക് മൈനസും ക്യാൻസൽ ചെയ്ത് 0 ആയി പോയി. അപ്പോൾ bn equal to 0 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് a0ഉം an-ഉം bn-ഉം എല്ലാം കിട്ടി. a0 കിട്ടിയത് എന്തായിരുന്നു? a0 equal to k divided by 2. an equal to എന്തായിരുന്നു? an equal to നമുക്ക് കണ്ടുപിടിച്ച an equal to 2k by n pi sin n pi by 2. അതെന്തായിരിക്കും? sin n pi by 2 എന്ന് പറഞ്ഞാൽ 0 if n is even -1 അല്ല 1 if n equal to 1, 5, 9 etc. -1 if n equal to 3, 7 etc. അതുപോലെ bn equal to 0. ഫോറിയർ കോഎഫിഷ്യൻസ് എല്ലാം കിട്ടി. ഫോറിയർ കോഎഫിഷ്യൻസ് കിട്ടിയാൽ Fourier coefficient കിട്ടിയാൽ നമുക്ക് എന്താ Fourier series എഴുതാം. Therefore the Fourier series f of x equal to a0 plus summation n equal to 1 to infinity. Fourier series എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. an cos nx അല്ല n pi x by l ആണ്. 2l periodic ആയതുകൊണ്ട് plus bn sin n pi x divided by l. Okay, that is ഒന്നുകൂടെ l-ന്റെ വാല്യൂ കൊടുത്ത് എഴുതാം. plus summation n equal to 1 to infinity an cos n pi x by ഇവിടെ l 2 ആണ് 2 plus bn sin n pi x divided by 2. ഇനി bn മൊത്തം 0 ആണ്, ആ ടേം പോയി. a0 equal to k by 2 ആണ്. അപ്പോൾ therefore f of x equal to k by 2 plus summation n equal to 1 to infinity an cos n pi x by 2 എന്ന് വരും. കാരണം bn പോയി. bn പോയപ്പോൾ അതിന്റെ ടേംസ് എല്ലാം പോയി. അപ്പോൾ ഇതെന്താണ്? f of x equal to k by 2 plus ഇനി നമുക്ക് an ന്റെ വാല്യൂ എല്ലാം കൊടുക്കണം. പ്ലസ് ഒരു 4-5 എഴുതണം, അല്ലെങ്കിൽ ശരിയാവില്ല. a1 n equal to 1 അപ്പോൾ a1 cos pi x by 2 plus a2 cos 2 pi x by 2 plus a3 cos 3 pi x by 2 plus a4 cos 4 pi x by 2 plus a5 cos 5 pi x by 2 plus മതി. ഇനി നമ്മുടെ an ന്റെ വാല്യൂസ് നോക്കാം. എന്താണ്? an equal to 2k, n ഈവൻ ആകുമ്പോൾ എന്താണ്? 2k n by n pi into 0. അപ്പോൾ a0 അല്ല a2 0 ആണ്, a4 0 ആണ്, a6 0 ആണ്, a8 0 ആണ്, അതെല്ലാം 0 ആണ്. ഇനി a1 എന്തായിരിക്കും? n equal to 1 ആകുമ്പോൾ 2k by n pi into 1, അപ്പോൾ 2k by 1 pi. അപ്പോൾ n equal to 1 ആണെങ്കിൽ n equal to 0 ആണെങ്കിൽ എന്തായിരിക്കും? നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ n equal to 0 ആണെങ്കിൽ an എന്തായി? 0 ആയി. അല്ല 0 നോക്കണ്ടല്ലോ, n equal to 1 നോക്കാം. n equal to 1 നോക്കുമ്പോൾ 2k by n pi into 1, അപ്പോൾ 2k by 1 pi into 1. അപ്പോൾ n equal to 1 ആണെങ്കിൽ 2k by pi വരും. ഇനി n equal to 2 ആകുമ്പോഴോ 0 വരും. n equal to 3 ആകുമ്പോൾ
2k/n/, minus 2k/3π into -1 ആണ്. അപ്പോൾ minus 2k/3π. ഇനി n equal to 4 ആകുമ്പോൾ വീണ്ടും 0 ആയി. n equal to 5 ആകുമ്പോഴോ 2k/n/, into 1, that is 2k/5π വരും. 2k/5π അങ്ങനെ പോകുന്നു. അപ്പോ എന്താണ് k/2 പ്ലസ് a1 എന്താണ് 2k/n/, into 1. ഇവിടെ n 1 ആയതുകൊണ്ട് 2k/π into 1 into cos πx/2 പ്ലസ് a2 0 ആണ്. a3 എന്ത് വരും 2k/n/, into -1, that is 2k ഇവിടെ a3 ആയതുകൊണ്ട് 2k/3π into -1. അപ്പോൾ മൈനസ് കൊടുക്കാം, അല്ലെ -1 cos 3πx/2 പ്ലസ് a4 0 ആണ്. a5 എന്ത് വരും a5 എന്ന് പറഞ്ഞാൽ 2k/5π into 1 into cos 5πx/2. അപ്പൊ നമുക്കൊന്ന് സിമ്പിൾ എഴുതിയാൽ എന്ത് വരും? Therefore the Fourier series is f of x equal to k/2 plus 2k/π cos πx/2 ഇത് 0 minus 2k/3π cos 3πx/2 വീണ്ടും a4 0 ആണ് പ്ലസ് 2k/5π cos 5πx/2 പ്ലസ് എക്സെട്ര. ഫോറിയർ സീരീസ് ആയി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് പല ഡിഡക്ഷൻസ് ഒക്കെ നടത്താം. അതായത് പല കോൺസ്റ്റന്റ്സിന്റെ π/4 ഒക്കെ സീരീസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ ഡിഡക്ഷൻസ് നോക്കാം. ഫോറിയർ സീരീസ് ചോദിച്ചാൽ ഇത്രയും ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പുട്ട് k ഈക്വൽ ടു 0, സീരീസിൽ k ഈക്വൽ ടു 0 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? f(0) ഈക്വൽ ടു x ഈക്വൽ ടു 0. പുട്ട് x ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? f(0) ഈക്വൽ ടു k/2 പ്ലസ് ഇതിന്റെ വാല്യൂസ് എല്ലാം എന്തായി? cos 0 എല്ലാം എന്താണ്? 1 ആണ്. അപ്പൊ 2k/π മൈനസ് 2k/3π പ്ലസ് 2k/5π. അടുത്ത് എന്ത് വരും? മൈനസ് 2k/7π വീണ്ടും പ്ലസ് 2k/9π അങ്ങനെ പോകും. ഓക്കെ, that is k/2 plus 2k/π into 1 minus 1/3 plus 1/5 minus 1/7 plus etc. ഓക്കെ, അപ്പോൾ ഇതാണ് f(0). f(0) equal to k/2 plus 2k/π into 1 minus 1/3 plus 1/5 minus 1/7 plus etc. ഇനി ബൈ ഡെഫിനിഷൻ f(0) എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമ്മുടെ ഫോറിയർ സീരീസിൽ x equal to 0 കൊടുത്തപ്പോൾ f(0) കിട്ടി. ബൈ ഡെഫിനിഷൻ f(0) എന്താണ്? ഡെഫിനിഷൻ എന്തായിരുന്നു? ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ -1 ഇടയിൽ f(x)ന്റെ വാല്യൂ k ആണ്. അപ്പൊ 0 ആണെങ്കിൽ x 0 വരുന്ന ഇവിടെയാണ്. അപ്പൊ f(0)യുടെ വാല്യൂ എന്തായിരിക്കും? k ആയിരിക്കും. അപ്പോൾ ബൈ ഡെഫിനിഷൻ f(0) ഈക്വൽ ടു k. അപ്പോ ഫ്രം 1 and 2 k ഈക്വൽ ടു k/2 പ്ലസ് 2k/π into 1 minus 1/3 plus 1/5 minus 1/7 plus etc. അപ്പോൾ k/2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ k minus k/2, അതായത് വീണ്ടും k/2 ഈക്വൽ ടു 2k/π into 1 minus 1/3 plus 1/5 minus 1/7 plus etc. That is pi, ഈ kയും kയും ക്യാൻസൽ ചെയ്തു, π/4. അപ്പോൾ π/4 ഈക്വൽ ടു എന്താണ്? പൈനെ അങ്ങോട്ട് കൊണ്ട് 2ന് താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര. അപ്പോ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ടേംസിനൊക്കെ 0 ആകാനുള്ള x കൊടുത്താൽ മതി. πx/2 3πx/2 അതൊക്കെ 0 ആവുന്ന x കൊടുത്താൽ മതി. അപ്പോൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഇനി അത് ഉപയോഗിച്ചപ്പോൾ reduce the expression for π/4 എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇന്ന് ഇത്രയും
നോക്കിയത്, അതായത് നമ്മുടെ ഫോറിയർ സീരീസ് വിത്ത് ആർബിട്രറി പീരീഡ് p ഈക്വൽ ടു 12. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് f of x equal to a0 plus summation n equal to 1 to infinity an cos n pi x by l plus bn sin n pi x by l, where a0 equal to 1 by 2l integral minus l to l f of x dx, an equal to 1 by l integral minus l to l f of x cos n pi x by l dx, and bn equal to 1 by l integral minus l to l f of x sin n pi x by l dx.